ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏതാ അവള്? വരുണിന്റെ ഫ്രണ്ടാണോ? അതോ വല്ല ഓഫീസിലോ മറ്റോ? ആ പെണ്ണിന്റെ പേര് രാധിക എന്ന. നിന്റെ ചേച്ചി. എന്റെ അച്ഛൻ പൂജാരിയാണ്. മാഡം ഫിദ മാഡത്തിനെ കാണാൻ സ്കൂളിലേക്ക് വരുന്നുണ്ടോ? ഇല്ല മോളെ, വേണി മാമിന് തിരക്കുണ്ട്. അല്ല, എന്നാലും ഫിദ മാമിന്റെ ഇത്ര അടുത്ത കൂട്ടുകാരിയായിട്ട് കാണാതെ പോവോ? അതെ മാഡം, ഫിദ മാഡം ഭയങ്കര പാവാട്ടോ. പാവം എന്ന് പറഞ്ഞ പച്ച പാവം. എന്നെ എന്ത് ഇഷ്ടാന്നറിയോ? എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നറിയോ? സ്വന്തം അമ്മയായിട്ട് കണ്ടോളാന്. അങ്ങനെ ആർക്കും വെറുതെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. ആ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സീതാ മാഡത്തിന് ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും ഒക്കെ അതിന്റെ അർത്ഥം അറിയാം. അത് പിന്നെ അങ്ങനെയല്ലേ, അമ്മമാർക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമല്ലോ. എന്റെ മുഖത്ത് നോക്കി അതിന്റെ ലക്ഷണങ്ങളെല്ലാം പറയും. അല്ല മാഡം, എന്തിനെങ്ങനെ മൂടി പൊതിച്ചിരിക്കുന്നെ? നമ്മള് കാരണത്തല്ലേ? ഇവിടെ ഇപ്പൊ അങ്ങനെ വെയിലൊന്നും കൊള്ളില്ലല്ലോ. മിണ്ടാതിരിക്കു കുട്ടി, ഡിസ്റ്റർബ് ചെയ്യണ്ട. അല്ല, ഇഷ്ടം തോന്നുന്ന ആൾക്കാരെ ശല്യപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ലെന്ന് ഞങ്ങളുടെ ഒരു ധാരണ. ഫിദ മാഡത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാ എനിക്കും വളരെ വേണ്ടപ്പെട്ട ആളല്ലേ. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒന്നും തോന്നല്ലേ. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ഈ മാഡം എന്താ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത? അഹങ്കാരമായിരിക്കും. ഫിദ മാഡത്തിന്റെ കൂട്ടുകാരിയല്ലേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. മോളെന്തായി ചിന്തിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ കരുതിയത് മ്യൂസിക് സ്കൂൾ വരെ ഫിദ മാഡത്തിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചു പോവാന്നാ. പക്ഷേ അവിടെ എത്തട്ടെ കുട്ടി. അവിടെ എത്തിയാല് എനിക്ക് മാഡത്തോട് സംസാരിക്കാല്ലേ? മാഡം നാട്ടിലെവിടെയാ? ചെങ്ങന്നൂരാ. വേണി മാഡത്തിനോട് എന്ത് ചോദിച്ചാലും അമൃത മാഡം ആണല്ലോ മറുപടി പറയാ. ഇതെന്താ കോൺട്രാക്റ്റാ? അല്ല, ഞാൻ ഈ ചോദിക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലേ? എന്നാ ഞാൻ മിണ്ടുന്നില്ല. എങ്ങോട്ടാ കുട്ടി? അല്ല, വേണി മാഡത്തിനെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ? എനിക്ക് എന്തായാലും വേണി മാഡത്തിനെ ഒന്ന് കാണണം. തിരക്കുള്ള ആളുകളെ വെറുതെ എന്തിനാ? അല്ല, ഇനി എവിടെയെങ്കിലും മാഡത്തിനെ കണ്ടാ തിരിച്ചറിയാൻ വേണ്ടിയല്ലേ. ഞാൻ മാഡത്തിനെ കണ്ടെന്ന് കരുതി ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ല, അതെന്ത് പണിയാ? ഒരു വാക്ക് പോലും പറയാതെ അങ്ങ് പോകുന്ന. വേണിക്ക് ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാ തിരക്കിട്ട് പോയത്. എന്നാലും കഷ്ടായി പോയി. നോക്കിക്കോ, ഫിദ മാഡത്തിനെ കാണുമ്പോ ഞാനൊരു പരാതിയായിട്ട് തന്നെ പറയും. ഫിദ മാഡത്തിന്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞാ എനിക്ക് സ്വന്തമല്ലേ.
എല്ലാവരും ഒരേ രീതി ആയിരിക്കില്ല മോളെ. ഫിദയുടെ രീതികൾ വേറെ, വേണിയുടെ രീതികൾ വേറെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെ തന്നെ ഞാനിതിനെ തിരക്കോട്ടുന്നേ. ഫിദ മാഡത്തിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കൗതുകം തോന്നി. അത്രയ്ക്കും വലിയ ഗർവാണെങ്കിലേ അവര് പോയിക്കോട്ടെ. അല്ല പിന്നെ വാ. എന്താ പ്രിയങ്കി ആലോചിക്കുന്നേ? എന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു പോയതാ ഏട്ടത്തി. അമ്മയും നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും വരുണിന്റെ മനസ്സിൽ കയറി കൂടാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ കാണാൻ മോശമാണോ? വരുണൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എന്താ തടസ്സം? ചില നേരത്ത് വല്ലാത്ത മടുപ്പ് തോന്നും. നീ കാണാൻ സുന്ദരിയ. നിന്നെ കാണുന്ന ഒരു പുരുഷനും നിന്നൊന്നും ശ്രദ്ധിക്കാതിരിക്കില്ല. പക്ഷേ എന്നിട്ടും വരുൺ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണേ ഉണ്ടാവൂ. നീയല്ലാതെ മറ്റൊരു പെണ്ണ് വരുണിന്റെ മനസ്സിലുണ്ട്. കാമുകിയുടെ സ്ഥാനത്തോ ഭാര്യയുടെ സ്ഥാനത്തോ വരുൺ അവളെ കാണുന്നുണ്ട്. ചെറിയമ്മ വെറുതെ അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കാതെ. നമുക്കറിയാവുന്ന കാര്യങ്ങള് നമ്മൾ മനസ്സിൽ വെച്ച് നടന്ന ഇവള് നിത്യവേദന അനുഭവിക്കുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ കൽപ്പനെ? എന്താ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം? വരുണിന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ട്. അവൻ അവളുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നുമുണ്ട്. ആ പെണ്ണില്ലാതായ വരുണിന്റെ മനസ്സില് നിനക്ക് കേറിപ്പറ്റാൻ പറ്റും. ഏതാ അവള്? വരുണിന്റെ ഫ്രണ്ടാണോ? അതോ വല്ലോ ഓഫീസിലോ മറ്റോ? ആ പെണ്ണിന്റെ പേര് രാധിക എന്ന. നിന്റെ ചേച്ചി. നിങ്ങൾ വെറുതെ പറയാ. ചേച്ചി അങ്ങനൊന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ വരുണിനെ എന്നെ ഒന്നിപ്പിക്കാൻ വേണ്ടി ചേച്ചി ഇത്രയും കഷ്ടപ്പെടുവോ?